are safe. And today my mom is going to make a healthy recipe for you guys. So I hope you guys like it. And bye! ഇന്ന് അവൽ വെച്ചിട്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? നമ്മൾ ചോറ് കഴിക്കുന്നത് കമ്പയർ ചെയ്യുമ്പോൾ അവൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ്. അതായത് അവലിന് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഷുഗർ പെട്ടെന്ന് ബ്ലഡിൽ കൂടില്ല. അതുപോലെ തന്നെ വൈറ്റ് റൈസ് നമ്മൾ കഴിക്കുമ്പോൾ അത് ഒരുപാട് പോളിഷിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഗുണങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. എന്നാൽ അവലാണെങ്കിൽ ഒരു പ്രത്യേക പ്രോസസ്സിങ്ങിലൂടെ, അതായത് അതിനെ പുഴുങ്ങി അതിനെ ഉണക്കി അത് ഇടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഉണക്കുന്നതൊക്കെ സ്റ്റേജസിൽ ഇതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം അതിൽ ലോക്കാവും, ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ട് ആ ഗുണങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ആഹാരത്തിലൂടെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിനൊരു ചെറിയ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വളരുന്ന ബാക്ടീരിയകൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ബി വൈറ്റമിൻസ് ആയ തൈമിനും നിയാസിനും അതുപോലെ തന്നെ ധാരാളം ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഗുണപ്രദമാണ്. അവൽ കൂടാതെ ധാരാളം വെജിറ്റബിൾസും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ക്യാപ്സിക്കം എന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതുമാണ് ക്യാപ്സിക്കം. വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ക്യാപ്സിക്കം. അതിൽ നമ്മൾ ഒരു കപ്പ് ക്യാപ്സിക്കം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ 3 ഇരട്ടി വൈറ്റമിൻ സി നമുക്കതിൽ നിന്നും കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ ബി വൈറ്റമിൻസും വൈറ്റമിൻ കെയും ഫോളേറ്റും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ പൊട്ടാസ്യവും ഫൈബറും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. ചീര പോലെയുള്ള അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ റോ ആയിട്ട് ക്യാപ്സിക്കം കഴിക്കുന്നത് അയണിൻ്റെ അബ്സോർഷൻ കൂട്ടാൻ, കാരണം ഇതിലുള്ള വൈറ്റമിൻ സി അയണിൻ്റെ അബ്സോർഷൻ കൂട്ടാൻ സഹായിക്കും. ക്യാരറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റമിൻ എയുടെയും ബയോട്ടിൻ പോലെയുള്ള ബി വൈറ്റമിൻസിൻ്റെയൊക്കെ ഒരു വളരെ നല്ല സോഴ്സാണ് ക്യാരറ്റ്സ്. പിന്നെ അതിൽ കരോട്ടിൻ ലൂട്ടിൻ പോലെയുള്ള കരോട്ടിനോയിഡ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ ചെറുക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും വെയിറ്റ് ലോസിനും പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ക്യാരറ്റ്സ് വളരെ ഉപയോഗപ്രദമാണ്. ക്യാബേജിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ കഴിവുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബറും പ്ലാന്റ് സ്റ്റിക്കറോൾസും ഒക്കെ ഇതിലുള്ളതുകൊണ്ട് നമ്മുടെ LDLനെ കുറയ്ക്കാനും ഇത് സഹായിക്കും. പിന്നെ വൈറ്റമിൻ കെയും അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ്. ഇനി ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ അതിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫൈബറും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഗ്രീൻ പീസ്. ഇതിൽ ഞാൻ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുതിർക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം, സവോള, ക്യാബേജ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത്. പിന്നെ ഇപ്പോൾ ക്യാപ്സിക്കം ഞാൻ എടുത്തേക്കുന്നത് യെല്ലോ ക്യാപ്സിക്കമാണ്. നിങ്ങൾക്ക് റെഡ് അല്ല ഗ്രീനോ ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ക്യാബേജും അതുപോലെ ചെറിയ കഷ്ണമായിട്ട് അരിയാം. ഉള്ളി ഞാൻ വൈറ്റ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്, റെഡ് ഓണിയനും യൂസ് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലധികം ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതാണ് ഞാൻ ഇടുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും
ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിതൊരു ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. തീരെ അങ്ങ് ചെറുതായി പോയാലും ഇത് വെള്ളം ഒരുപാട് ഇറങ്ങും ഈ വെജിറ്റബിൾസിൽ നിന്ന്. അപ്പോൾ ഒരു കുറച്ച് കുഴഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ടിടണം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ അടുത്ത് പച്ച ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അവൽ കുതിർന്ന് നന്നായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി ഇത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അവലിട്ടിട്ട് നന്നായി വെജിറ്റബിൾസുമായിട്ട് ഇത് മിക്സ് ചെയ്ത് ചേർക്കുക. ഈ വെജിറ്റബിൾസ് നമ്മൾ അധികം വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് നല്ല ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയ ആവി വരുന്ന ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് അവലിട്ട് കൊടുക്കണം. ഇപ്പോൾ അവലുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ അവൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഡ്രൈനെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു മിനിറ്റോളം 1-2 മിനിറ്റോളം അത് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം അത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കും. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പീനട്ട്സോ കാഷ്നട്ട്സോ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഹെൽത്തി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുളി കിട്ടാനായിട്ട് ഒരു ചെറിയ പീസ് ലെമണും കൂടി ഇതിൽ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ് വേൾഡ്.